നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് നേരെ പാഞ്ഞെടുത്ത പുലിയുടെ ആക്രമണത്തിൽ നിന്നും തോട്ടം തൊഴിലാളിയുടെ മകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാൽപ്പാറയിലാണ് പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. കൊടുങ്ങല്ലൂരിൽ ശീതളപാനീയ കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തിയ അയാൾ പിടിയിൽ. കാവിൽക്കടവ് പടുവിങ്ങൽ വീട്ടിൽ നൂറുദിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. കളിച്ചു വളരാം, ലഹരി വിമുക്തമായി എന്ന സന്ദേശവുമായി മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ടാലന്റ് ഫുട്ബോൾ അക്കാദമി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് നേരെ പാഞ്ഞെടുത്ത പുലിയുടെ ആക്രമണത്തിൽ നിന്നും തോട്ടം തൊഴിലാളിയുടെ മകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാൽപ്പാറയിലാണ് പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. റൊട്ടിക്കാടി ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന ശിവകുമാർ സത്യ ദമ്പതികളുടെ മകനാണ് രക്ഷപ്പെട്ടത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പുലി ചാടി വീണത്. ഈ സമയത്ത് വളർത്തുനായകൾ കുരയ്ക്കുകയും ശിവകുമാറും ഭാര്യയും ബഹളം വെക്കുകയും ചെയ്തതോടെ പുലി വനത്തിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. ഈ പ്രദേശത്തെ ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണം പതിവാണ്. പുലി ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊടുങ്ങല്ലൂരിൽ ശീതളപാനീയ കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തിയ ആൾ പിടിയിൽ. ഹാൻസ് ഉൾപ്പെടെയുള്ള അനധികൃത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ കാവിൽക്കടവ് പടുവിങ്ങൽ വീട്ടിൽ നൂറുദിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപും സംഘവും പിടികൂടിയത്. ലഹരിക്കെതിരെയായുള്ള ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള റെയ്ഡിലാണ് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള PKJ എന്ന സ്ഥാപനത്തിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും ഹാൻസ് വിൽക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിൽ 3 കിലോഗ്രാം ഹാൻസും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി. കളിച്ചു വളരാം, ലഹരി വിമുക്തമായി എന്ന സന്ദേശവുമായി മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ടാലന്റ് ഫുട്ബോൾ അക്കാദമി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പാറേമൻ ഉദ്ഘാടനം ചെയ്തു. സമ്പത്ത് നഷ്ടപ്പെട്ട നമുക്ക് വീണ്ടും നേടിയെടുക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട നമുക്ക് ചിലതൊക്കെ നഷ്ടമാണ്, എന്നേക്കും നഷ്ടമാണ്. നല്ല സ്വഭാവമില്ലാണ്ടായാലോ തീരാ നഷ്ടമാണ്. ഇവിടെയാണ് ഈ സ്പോർട്സ് അക്കാഡമിയുടെയും ഈ സമ്മർ ക്യാമ്പിൻ്റെയൊക്കെ മുഖ്യമായ ലക്ഷ്യം. ഇന്ന് കേരളം ഒരു ഭ്രാന്താലയമാണോ എന്ന് വാദിപ്പാണ് മാധ്യമങ്ങളും, പ്രിന്റഡ് മാധ്യമങ്ങളും, ഓഡിയോ വീഡിയോ മാധ്യമങ്ങളും. എന്തുകൊണ്ടാണ്? ലഹരിയുടെ ഫലമായിട്ടുള്ള അക്രമങ്ങൾ ഇന്ന് ഒരിക്കലും കേൾക്കാത്ത രീതിയിൽ കേരളക്കരയെയും നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനാധ്യാപിക റീന KP അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് വിൽസൺ കാഞ്ഞൂത്തറ, റൂബൻ, വിവേര, ഡേവിസ് പോൾ, ജിയോ കൊടിയൻ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ പടിഞ്ഞാറ് മുസ്ലിം മഹല്ല് ജമാഅത്തിന്റെ കീഴിലുള്ള തഹ്ലിമുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം നടന്നു. മഹല്ല് എക്സിക്യൂട്ടീവ് അംഗം പാറക്കുളം അബ്ദുഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് TS ഷാജു അധ്യക്ഷത വഹിച്ചു. ലിയാഖത്ത് അലി, സദർ മുഅല്ലിം അബ്ദുൽ സലാം മുസ്ലിയാർ, ജബ്ബാർ, അബ്ദു പാലക്കാട്ടുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. സ്മാർട്ട് ക്ലാസ്സായ 1ാം ക്ലാസ്സിലേക്ക് അക്ഷരങ്ങളും ചിത്രങ്ങളും അജിത്ത് കണ്ണിക്കര സൗജന്യമായി ചെയ്തു നൽകി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവരും ഇരുന്ന് ഒരു മുസിപ്പിൽ എത്തിയിട്ടുണ്ട്.
തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു. കേരളത്തിൽ അടുത്ത 4 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും മുന്നറിയിപ്പ് നൽകി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്നും തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് നേരെ പാഞ്ഞെടുത്ത പുലിയുടെ ആക്രമണത്തിൽ നിന്നും തോട്ടം തൊഴിലാളിയുടെ മകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാൽപ്പാറയിലാണ് പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. കൊടുങ്ങല്ലൂരിൽ ശീതളപാനീയ കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തിയ അയാൾ പിടിയിൽ. കാവിൽക്കടവ പടുവിങ്ങൽ വീട്ടിൽ നൂറുദിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. കളിച്ചു വളരാം, ലഹരി വിമുക്തമായി എന്ന സന്ദേശവുമായി മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ടാലന്റ് ഫുട്ബോൾ അക്കാദമി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.